DCB മീഡിയയിലേക്ക് സ്വാഗതം. 2024 മെയ് 4 വന്ന പുതുക്കിയ സർക്കാർ സർക്കുലർ പ്രകാരം ഇനി ഇരുചക്രവാഹനങ്ങളിലായാലും 4 ചക്രവാഹനങ്ങളിലായാലും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നത് കടുകട്ടിയായി മാറിയിരിക്കുകയാണ്. മുൻകാലങ്ങളിലെ പോലെ വാഹനം കുത്തിനാട്ടിയ കമ്പിയിൽ തട്ടാതെ ഓടിച്ചാലും എച്ചെടുത്താലുമൊന്നും ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കില്ല. വിദേശങ്ങളിലെ പോലെ എല്ലാ രീതിയിലും ശരിയായി വാഹനം ഓടിച്ചു കാണിക്കുന്നവർക്ക് മാത്രം ലൈസൻസ് കിട്ടുന്ന രീതിയിലേക്ക് കേരളം മാറുന്നു. മെയ് മാസം മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിനായി വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ ഏതൊക്കെയെന്നാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഇതുപോലുള്ള ഇൻഫോർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ കൂടി ചെയ്യുക. 2024 മെയ് 4 വന്ന ഏറ്റവും പുതിയ ഗതാഗത വകുപ്പിൻ്റെ സർക്കുലർ പ്രകാരം ഒരു കേന്ദ്രത്തിലെ പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 40 ആക്കിയിരിക്കുകയാണ്. 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാൻ അനുവദിക്കില്ല. എന്നാൽ ഇതിന് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ അഭ്യർത്ഥന മാനിച്ച് 6 മാസത്തെ ഇളവ് നൽകിയിട്ടുണ്ട്. കാറുകളും മറ്റും ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ വലിയ പരിഷ്കാരങ്ങൾ വന്നിരിക്കുന്നത്. കമ്പി കുത്തി റിബൺ കെട്ടിയ എച്ചും റോഡിലെ ഡ്രൈവിംഗ് സ്കില്ലുമായിരുന്നു ഇതുവരെ ടെസ്റ്റിന്റെ ഭാഗമായിരുന്നത്. നിരപ്പായ റോഡിൽ 4 ഗിയർ മാറ്റി 1 മിനിറ്റ് ഓടിക്കുന്നവർക്ക് ലൈസൻസ് കിട്ടുമായിരുന്നു. എന്നാൽ ഇനി 10-12 മിനിറ്റെങ്കിലും റോഡിൽ ഓടിക്കേണ്ടി വരും. കയറ്റത്തിൽ നിർത്തി വാഹനം മുന്നോട്ടെടുത്ത് കാണിക്കണം. കയറ്റവും ഇറക്കവും സിഗ്നലും തിരക്കേറിയ കവലകളും ഒക്കെ പിന്നിടേണ്ടി വരും. ഗതാഗത നിയമങ്ങൾ പാലിച്ചോടിക്കുന്നവർ മാത്രമാകും പാസ്സാകുക. ഗ്രൗണ്ടുകളിലെ കമ്പികുത്തിയുള്ള എച്ചെടുക്കലിന് പകരം ഇനി മുതൽ ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വേണം ഡ്രൈവിംഗ്. ആംഗുലർ പാർക്കിംഗ്, അതായത് വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിഗ്സാഗ് ഡ്രൈവിംഗ്, അതായത് എസ് വളവ് പോലെയുള്ള ഡ്രൈവിംഗ്, കൂടാതെ കയറ്റത്ത് നിർത്തി പിന്നോട്ട് പോകാതെ മുന്നോട്ടെടുക്കുക തുടങ്ങിയവയാണ് ഉറപ്പായും വിജയിക്കേണ്ട പരീക്ഷകൾ. മോട്ടോർ വാഹന വകുപ്പിന് 10 ടെസ്റ്റിംഗ് സ്റ്റേഷനുകളാണ് സ്വന്തമായുള്ളത്. കളിസ്ഥലങ്ങളും ആരാധനാലയങ്ങളുടെ ഉൾപ്പെടെയുള്ള ഗ്രൗണ്ടുകളും പുറമ്പോക്ക് ഭൂമിയുമാണ് ബാക്കിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമായതിനാൽ ടെസ്റ്റിംഗ് സ്ഥലം സജ്ജമാക്കേണ്ടത് ഡ്രൈവിംഗ് സ്കൂളുകാരാണെന്ന് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ ടെസ്റ്റിംഗ് കേന്ദ്രത്തിലും ടെസ്റ്റുകളുടെ എണ്ണം 40 ആക്കിയിട്ടുണ്ട്. അതിൽ 25 പുതിയ അപേക്ഷകൾ, നേരത്തെ നടത്തിയ ടെസ്റ്റിൽ പരാജയപ്പെട്ട 10 പേർ, ജോലി ആവശ്യങ്ങൾക്കായി അത്യാവശ്യമായി ലൈസൻസ് വേണ്ട 5 പേർ എന്നിങ്ങനെയാണ് 40 പേരുടെ അനുപാതം ഉണ്ടാക്കിയിരിക്കുന്നത്. 15 വർഷം കഴിഞ്ഞ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ മാറ്റുന്നതിന് 6 മാസവും ഡാഷ്ബോർഡ് ക്യാമറ പിടിപ്പിക്കുന്നതിന് 3 മാസവും കേന്ദ്ര നിർദ്ദേശപ്രകാരമുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ ഒരുക്കുന്നതിന് 3 മാസവും സർക്കുലർ വന്ന മെയ് മാസം മുതൽ അനുവദിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഗിയറുള്ള കാർ ഉപയോഗിക്കുവാൻ പാടില്ല. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള വാഹനം ഉപയോഗിക്കണം. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ നടത്തണം. ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ തന്നെ റോഡ് ടെസ്റ്റ് നടത്തുന്നത് നിയമവിരുദ്ധമാകും. ഇത്തരത്തിൽ ശരിയായ ഒരു വാഹനം ഓടിക്കുവാനും പാർക്ക് ചെയ്യുവാനും കഴിയുന്നവർക്ക് മാത്രമായിരിക്കും ഇനിയുള്ള നാളുകളിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക. നിർദ്ദേശിച്ച പ്രകാരമുള്ള പുതിയ ടെസ്റ്റ് ട്രാക്ക് സജ്ജമാക്കുവാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് തൽക്കാലത്തേക്ക് എച്ച് ടെസ്റ്റ് നടത്തുക. നിർദ്ദിഷ്ട ടെസ്റ്റ് ട്രാക്ക് എത്രയും വേഗം സജ്ജീകരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ കുറച്ചു നാളത്തേക്ക് മാത്രമാകും അത്. റോഡിലെ ടെസ്റ്റ് പാസ്സായാലേ എച്ച് ടെസ്റ്റ് നടത്തുകയുമുള്ളൂ എന്നതും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക.